പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാങ്കിൽ ചെറിയ മാറ്റങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ചിലപ്പോൾ റാങ്ക് വർദ്ധിക്കാം, ചിലപ്പോൾ റാങ്ക് കുറയാനും ചെറിയ സാധ്യതയുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വെബ്സൈറ്റിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. ഏതൊക്കെ കോളേജുകളാണ്, എത്ര സീറ്റുകളാണ് ഉള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് വിശദീകരിക്കപ്പെടുന്ന PDF ഫയൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം വെബ്സൈറ്റിൽ ലഭ്യമാവുക. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലുമായി വളരെ പ്രധാനപ്പെട്ട പല അഡ്മിഷൻ പ്രോസസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 5/8/2024 അവസാനിച്ചാൽ അതിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 8/8/2024 വരുന്നതായിരിക്കും. അതുപോലെ PNC MAC വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് 5/8/2024 പ്രസിദ്ധീകരിക്കപ്പെടുക. അതിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അതുമായെല്ലാം ബന്ധപ്പെട്ട അപ്ഡേഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നീറ്റ് സ്കോർ വഴിയുള്ള ഓൾ ഇന്ത്യ അഡ്മിഷൻ MBBS BDS BSc നഴ്സിംഗ് അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 23/8/2024 വരുന്നത്. കൂടാതെ അതിനോട് ചേർന്നുള്ള ഡേറ്റിൽ 24, 25, 26 ഡേറ്റുകളിലെങ്കിലും കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തേണ്ടി വരുന്നതാണ്. അങ്ങനെയാണ് സാധാരണ വർഷങ്ങളിൽ ഉണ്ടാകാറുള്ളത്. നിലവിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം ഉടനെ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. ഇത്തരത്തിൽ പല കോഴ്സുകളിലേക്കും അഡ്മിഷൻ നടത്തപ്പെടുന്നതോടുകൂടി LBSൽ ഉയർന്ന റാങ്കുള്ള പല വിദ്യാർത്ഥികളും അതിലേക്കെല്ലാം അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ ഒരു വിദ്യാർത്ഥിക്ക് 111 റാങ്കുള്ളത്, LBS റാങ്കുള്ളത്. എഞ്ചിനീയറിങ്ങിന് നല്ലൊരു കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുകയാണ് എങ്കിൽ അതിലേക്കാണ് പോവുക. അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ നല്ലതിൽ ഏതെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും LBS ഈ ഒരു വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്യുക എന്നാണ് എന്നോട് അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വിദ്യാർത്ഥിക്ക് കീമിൽ 4000-ഓളമാണ് റാങ്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നീറ്റിൽ 650 സ്കോറും ഉള്ളത്. സാധാരണ മുൻ വർഷങ്ങളിലെല്ലാം LBS അഡ്മിഷൻ നടത്താറുള്ളത് കീമിൻ്റെയും അതുപോലെ തന്നെ നീറ്റിൻ്റെയും അഡ്മിഷൻ ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. ഈ വർഷവും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ LBSൽ ഒരു അലോട്ട്മെൻറ്റ് അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ LBS അഡ്മിഷൻ നടത്തിയാൽ റാങ്കിൽ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കുറയുന്നതാണ്. അഡ്മിഷൻ പ്രോസസ്സ് വൈകുന്നതിനനുസരിച്ച് റാങ്കിൽ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വെബ്സൈറ്റിൽ LBSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ലഭിക്കുന്നതായിരിക്കും. സാധാരണ 10-15 ദിവസങ്ങൾ അതിന് അനുവദിക്കാറുണ്ട്. പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം 3 പ്രാഥമിക ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും കോളേജ് ജോയിനിങ് ഉണ്ടാവുക. ആ ഒരു കോളേജ് ജോയിനിങ് സമയം ആവുമ്പോഴേക്കും മറ്റ് പലതരത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സുകളും അവസാനിക്കപ്പെടുന്ന ഒരു ഘട്ടമായിട്ട് മാറിയിട്ടുണ്ടാകും. ഇനി LBSൻ്റെ അടുത്ത ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നൽകാൻ വേണ്ടി ഒരു ലിസ്റ്റ്, പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. എങ്ങനെയാണ് കൃത്യമായിട്ട് മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ എല്ലാ വിദ്യാർത്ഥികളും LBSൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള പ്രോസ്പെക്ടസ് പരിശോധിച്ചുകൊണ്ട് കോളേജ് കോഴ്സ് ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള ഓർഡറിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. നഴ്സിംഗ് മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എങ്കിൽ നഴ്സിംഗ് കോളേജുകൾ മാത്രം ഉൾപ്പെടുന്ന പ്രയോറിറ്റി ലിസ്റ്റ്. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് മാക്സിമം കോളേജുകളും കോഴ്സുകളും ഉൾപ്പെടുത്താവുന്നതാണ്. നൽകാവുന്ന ഓപ്ഷൻ്റെ എണ്ണത്തിൽ പരിധിയില്ല. മാക്സിമം ഓപ്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇനി അതല്ല, പാരാമെഡിക്കൽ കോഴ്സുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലിസ്റ്റ് നോക്കി പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി അതുമല്ല, രണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഏതിനാണ് നിങ്ങൾ കൂടുതൽ താല്പര്യം നൽകുന്നത് ആ കോളേജുകൾ മുന്നിൽ നൽകി അതിൻ്റെ പിന്നിൽ മറ്റു കോളേജുകളും കോഴ്സുകളും നൽകി അങ്ങനെയൊരു പ്രയോറിറ്റി ലിസ്റ്റും തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒന്നാമതായിട്ട് അതിൽ എഴുതി വെക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സുമായിരിക്കണം. പിന്നീട് അതിൻ്റെ പിന്നിൽ വരുന്നവയും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ മാത്രമേ നിങ്ങൾ എഴുതി വയ്ക്കാവൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, SC, ST, OEC അതുപോലെ ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങൾ അവർക്ക് OECക്ക് തുല്യമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ
ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ഇവർ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഓപ്ഷൻ നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക. അല്ലാത്ത വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജുകളിൽ മാത്രം ഓപ്ഷൻ നൽകുന്നതായിരിക്കും ഉചിതം. കാരണം നിങ്ങൾ ഓപ്ഷൻ നൽകി സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യേണ്ടി വരുന്നതാണ്. ആ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജുകൾ മാത്രം നോക്കി അതിലേക്ക് ഓപ്ഷൻ നൽകുക. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ലഭിക്കാനുള്ള ഇൻഡെക്സ് റാങ്ക് ഉണ്ട് എങ്കിൽ അത് ലഭിക്കപ്പെടുന്നതായിരിക്കും. ഇനി സാമ്പത്തികമായിട്ട് കോഴ്സ് ചെയ്യാൻ പ്രയാസമൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡറിൽ തന്നെ ഓപ്ഷൻ തയ്യാറാക്കി വെക്കുക. അവിടെ ഏറ്റവും നല്ലത് മുന്നിൽ നൽകാൻ നല്ലത് ഗവൺമെൻറ് കോളേജുകൾ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളുമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബാക്കിയുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളും പിന്നിലായിട്ട് നൽകുക. ഇനിയും ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ചെറിയ ചെറിയ പല കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം വിശദീകരിക്കപ്പെടുന്ന ഡെമോ വീഡിയോ ഓപ്ഷൻ നൽകുമ്പോൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.